ഹായ്, അപ്പം നിസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചണിലോട്ട് പോവാണ് കേട്ടോ. നമ്മൾ ഫിഷ് കറിയും ഓട്ടടയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫിഷ് നല്ല കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റാണ്. കുടംപുളി ഉണ്ട്. കുടംപുളി ഇട്ട് കറി വെച്ചാൽ ഇവിടെ പറ്റുള്ളൂ കേട്ടോ, പുളി പറ്റൂല. അപ്പം അങ്ങനെ കലക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഈ സാധനങ്ങളൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യണം, കൈ കൊണ്ട് ഇങ്ങനെ ഇളുമ്പി റെഡിയാക്കണം. മുളകെടുത്ത് മാറ്റിയില്ലെങ്കിൽ കയ്യിൽ പണി കിട്ടും ഗൈസ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിലായാലും കറി നല്ല ടേസ്റ്റ് കൂടും. ഇതായി പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പൗഡേഴ്സൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലി, പിന്നെ കുറച്ച് കാശ്മീരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പൗഡർ നമ്മുടെ കറിയിലേക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ എടുത്തിട്ട് ഇത് നന്നായിട്ട് കലക്കി കൊടുക്കുക. അപ്പോൾ കറി അവിടെ അടുപ്പത്തായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുടംപുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി അവിടെ അത് കിടന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോഴാണ് കുറച്ച് ഉലുവയും പെരിഞ്ചീരകം പൊടി ഓർമ്മ വന്നപ്പോൾ അത് ഇട്ടെടുത്തു. അപ്പോൾ മീൻ കറി തിളച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തല അതിലിട്ട് വേവിക്കാം. മീൻ തല ഉണ്ട്, സൂതൻ്റെ തല മേടിച്ചിരുന്നു. അപ്പോൾ ഇന്ന് സ്നാക്സ് എന്താ ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് മീനല്ലേ കറി വെക്കുന്നത്, ചിക്കൻ എന്തെങ്കിലും ആകുമ്പോഴല്ലേ നമ്മൾ ചിക്കൻ വെച്ചിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ എഗ്ഗ് വെച്ചിട്ട് റെസിപ്പി കണ്ടു യൂട്യൂബിൽ. അപ്പോൾ നല്ല കമൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യാതിരിച്ചു. വെല്ലുള്ളി, ഇഞ്ചും പച്ചമുളകും ഒന്ന് ജസ്റ്റ് വഴറ്റി അതിലേക്കൊരു നുള്ളു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം. നന്നായി വഴന്ന് വരണം കേട്ടോ. നല്ല വാട്ടി വരുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഓട്ടാടത ഒരു ഭാഗത്ത് ചുടുന്നുണ്ട്. നമ്മൾ സ്നാക്സിലേക്കുള്ള ഒരു മാവ് റെഡിയാക്കണം. 2 മുട്ട ഇട്ടു, പിന്നെ ബ്രെഡ് കുറച്ച് ഇട്ടു, പിന്നെ കുറച്ച് മൈദയും ഇട്ടിട്ട് ഇതെന്ത് ചെയ്യുക, മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ അതിലേക്കുള്ള സ്നാക്സിലേക്കുള്ള മാവ് റെഡി. ഇനി പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ മാവ് ലേശിച്ച് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഈ റാണിപ്പോള ഉണ്ടാക്കിയില്ലേ ഡേ 2 അല്ല ഡേ 1 അതുപോലെ തന്നെ ഇട്ടത് ഒരു പോള തന്നെയാണ്. പക്ഷെ കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ട്. ചിക്കനും ബീഫൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സ്നാക്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് കുറച്ചൊന്ന് വേവായി തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ ഉണ്ടാക്കി വെച്ച ഉള്ളിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മേലെ മൊത്തം സ്പ്രെഡാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ ബോയിൽ ചെയ്ത എഗ്ഗ് ഇങ്ങനെ കട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇവിടെ 6 ആളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 6 പീസാക്കിയിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് 6 ആംഗിളിൽ ഇങ്ങനെ വെച്ചു. ആംഗിളിൽ വെച്ചപ്പോൾ എഗ്ഗ് പിന്നെയും ബാലൻസ് ആയപ്പോൾ ചെറുതായി കട്ട് ചെയ്ത് ഇടയിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു കേട്ടോ. കാരണം അത് പിന്നെ എന്തും ചെയ്യാൻ വയ്യല്ലോ, അങ്ങനെ മൊത്തമായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുക കേട്ടോ, എങ്ങനെ ആവുന്നൊന്നും ഒരു ഐഡിയ ഇല്ല.
ഇനി നമുക്ക് നേരത്തെ അടിച്ചു വെച്ച മാവ് ഇതിൻ്റെ മേലോട്ട് ഒഴിച്ചു കൊടുക്കണം. മാവ് ഒഴിക്കുന്ന വീഡിയോ ഇതിൽ കുടുങ്ങിയിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിത് വെന്തു കുക്കായിട്ടുണ്ട്. ഏകദേശം അടിച്ചു വെച്ചിട്ട് കുക്കായി നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവസാനത്തെ പണിയാണിത്. ചീര തിളക്കലും ഫിഷ് ഫ്രൈ ആവലും. നമ്മളെ പോളത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഓട്ടട റെഡിയായി. നമ്മളെ തലക്കറി ഇവിടെ വറവിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിലുണ്ടായ പേരക്ക, വത്തക്ക വെള്ളം. ഇന്നൊരു സ്പെഷ്യൽ പൈനാപ്പിൾ ഇങ്ങനെ ഉപ്പും മുളകൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടാണ് കഴിക്കാൻ. പിന്നെ തരിക്കഞ്ഞി ഉണ്ടായിരുന്നു. പിന്നെ നോമ്പറക്കണം തറാവിയൊക്കെ കുട്ടികൾ സോഡ ഉണ്ടാക്കലും ഫുള്ള് തിരക്കട്ടോ പോയി. ഇന്നലെ പിന്നെ ഓരോ ക്ലാസ്സിൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ എടുക്കുക ക്ലാസ്സൊക്കെ കഴുകി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളോടൊക്കെ പറഞ്ഞു എല്ലാവരും ഓരോ ബോട്ടിലായിട്ട് തരണ്ടി, അത് കട്ടാക്കിയിട്ട് അതിലേക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരിലേക്കും അതിൻ്റെ ജിഞ്ചർ ഗാർലിക്ക് പുതിന അതിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. അതെല്ലാവരെയും ഇട്ട് ഉപ്പ് ഇട്ടെടുത്തു. ഇനി ഈ സോഡ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. റമദാനായ വില പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് കുടിക്കുന്നു ഗൈസ്. എങ്ങനെയുണ്ട്? എല്ലാവരും ഇങ്ങനെ കുടിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പതിന് ഇത്ര വലിയ ടേസ്റ്റ് വെച്ച് ഞാനും കുറച്ച് കുടിച്ച് നോക്കി. എനിക്ക് തോന്നുന്നു വലിയ ഇഷ്ടമല്ല കേട്ടോ. എന്നാലും എന്താ വെച്ച് കുറച്ച് കുടിച്ച് നോക്കി. പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്തില്ല, കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാവും. ഇവരെന്തിനാ അപ്പോൾ ഇത്ര തിരക്കൂട്ടണ വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ. അപ്പോൾ ഇന്നത്തെ ഡേ ഇത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ വീട്ടിൽ പോയിട്ട് കുറച്ച് സാബൂനരിയും കഴിച്ചു. ഇന്നത്തെ ഡേ കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.